പശ്ചിമേഷ്യയിൽ യുദ്ധം അതിന്റെ ഏറ്റവും ഭീകരമായ 4ാം വാരത്തിലേക്ക് കടക്കുമ്പോൾ ലോകം മുഴുവൻ ഒരു വലിയ ചോദ്യത്തിന് മുന്നിലാണ്. ഈ ഒരു യുദ്ധം അവസാനിക്കാൻ പോവുകയാണോ അതോ 3ാം ലോക മഹായുദ്ധത്തിലേക്ക് വളരുമോ എന്നുള്ളത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്റെ ട്രൂത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമിലൂടെ സമാധാനം എന്ന വാക്ക് ഇടയ്ക്കിടെ ഉപയോഗിക്കുമ്പോഴും അണിയറയിൽ നടക്കുന്നത് രക്തം മരവിക്കുന്ന ചർച്ചകളാണ്. ന്യൂയോർക്ക് ടൈംസ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്ന ഒരു റിപ്പോർട്ട് അന്താരാഷ്ട്ര രാഷ്ട്രീയത്തെ ഞെട്ടിച്ചിരിക്കുകയാണ്. സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ MBS ട്രംപിനെ വിളിച്ച് ആവശ്യപ്പെട്ടത് ഒന്നേയുള്ളൂ: ഇറാനെ ഇപ്പോൾ വെറുതെ വിടരുത്, ആ പാമ്പിന്റെ തല തല്ലിച്ചതയ്ക്കണം. എന്താണ് ഈ രഹസ്യ ചർച്ചകളുടെ പൊരുൾ? സൗദി എന്തുകൊണ്ടാണ് ഇറാനെ പൂർണ്ണമായും തകർക്കാൻ ആഗ്രഹിക്കുന്നത്? പരിശോധിക്കാം. ലോകം ഇപ്പോൾ ഉറ്റുനോക്കുന്നത് വെറും മിസൈൽ ആക്രമണങ്ങളിലേക്കോ അല്ലെങ്കിൽ ബോംബ് സ്ഫോടനങ്ങളിലേക്കോ മാത്രമല്ല, മറിച്ച് അടച്ചിട്ട മുറികൾക്കുള്ളിൽ നടക്കുന്ന വൻ ശക്തികളുടെ നയതന്ത്ര നീക്കങ്ങളിലേക്കാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും സൗദി അറേബ്യയുടെ കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാനും തമ്മിലുള്ള ബന്ധം അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ എന്നും ചർച്ചാ വിഷയമാണ്. എന്നാൽ ഏറ്റവും പുതിയ ഇന്റലിജൻസ് റിപ്പോർട്ടുകളും പ്രമുഖ അന്താരാഷ്ട്ര മാധ്യമമായ ന്യൂയോർക്ക് ടൈംസ് പുറത്തുവിട്ട വിവരങ്ങളും വിരൽ ചൂണ്ടുന്നത് ഞെട്ടിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യത്തിലേക്കാണ്. ഇറാനെതിരെയുള്ള സൈനിക നീക്കങ്ങൾ അവസാനിപ്പിക്കരുത് എന്നും മറിച്ച് അത് ശക്തമായി തുടരണമെന്നും മുഹമ്മദ് ബിൻ സൽമാൻ ട്രംപിനോട് രഹസ്യമായി ആവശ്യപ്പെടുന്നു എന്നതാണ് ആ ഒരു വിവരം. പശ്ചിമേഷ്യയെ തന്നെ പുനർനിർമ്മിക്കാനുള്ള ഒരു ചരിത്രപരമായ അവസരമായി ഈ യുദ്ധത്തെ കാണണമെന്നാണ് സൗദി ഭരണാധികാരിയുടെ പക്ഷം. ഇത് കേവലം 2 രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധമല്ല, മറിച്ച് പതിറ്റാണ്ടുകളായി തുടരുന്ന പ്രാദേശിക ആധിപത്യത്തിനായുള്ള പോരാട്ടത്തിന്റെ നിർണായക ഘട്ടമാണ്. സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം ഇറാൻ എന്നത് കേവലം ഒരു അയൽരാജ്യമല്ല, മറിച്ച് തങ്ങളുടെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയായ ഒരു ശക്തിയാണ്. പശ്ചിമേഷ്യയിലെ ഷിയ സുന്നി തർക്കങ്ങൾക്കും അപ്പുറം മേഖലയിലെ രാഷ്ട്രീയവും സാമ്പത്തികവുമായ നേതൃത്വം ആർക്കായിരിക്കണമെന്നതിനെ ചൊല്ലിയുള്ള തർക്കം 1979 ഇറാൻ വിപ്ലവത്തിന് ശേഷം വളരെ ശക്തമാണ്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന US ഇസ്രായേൽ സംയുക്ത സൈനിക നീക്കങ്ങൾ ഇറാന്റെ ഭരണകൂടത്തെ തന്നെ താഴെ ഇറക്കാനുള്ള അല്ലെങ്കിൽ അവരുടെ ശക്തി പൂർണ്ണമായും തകർക്കാനുള്ള സുവർണ അവസരമാണ്. അങ്ങനെയാണ് MBS കാണുന്നത്. ഇറാനിലെ നിലവിലെ ഭരണകൂടം മാറാതെ ഗൾഫ് രാജ്യങ്ങൾക്ക് സുരക്ഷ ഉറപ്പാക്കാൻ കഴിയില്ലെന്ന് അദ്ദേഹം ട്രംപിനെ ധരിപ്പിച്ചതായിട്ടാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. മിതവാദപരമായ നിലപാടുകൾ പരസ്യമായി സ്വീകരിക്കുമ്പോഴും അണിയറയിൽ ഇറാനെതിരെയുള്ള കടുത്ത നിലപാടുകൾക്ക് സൗദി ഊന്നൽ നൽകുന്നത് ട്രംപിനെ പോലെയുള്ള ഒരു നേതാവിന്റെ മനോഭാവത്തെ കൂടി കണക്കിലെടുത്തിട്ടാണ്. പൊതുവെ യുദ്ധങ്ങളിൽ നിന്ന് പിന്മാറാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് താനെന്ന് ട്രംപ് അവകാശപ്പെടാറുണ്ടെങ്കിലും സൗദി കിരീടാവകാശി ഒരു പോരാളി എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത്. ട്രംപിന്റെ ഈ താൽപര്യത്തെ മുൻനിർത്തി ഇറാനിലെ ഊർജ്ജ സ്രോതസ്സുകൾ തകർക്കണമെന്നും ആവശ്യമാണെങ്കിൽ കരയുദ്ധത്തിലേക്ക് നീങ്ങണമെന്നും MBS നിർദ്ദേശിച്ചതായി പറയപ്പെടുന്നു. ഇറാന്റെ സാമ്പത്തിക നട്ടെല്ല് തകർക്കുന്നതിലൂടെ മേഖലയിലെ അവരുടെ സ്വാധീനം ഇല്ലാതാക്കാമെന്നതാണ് ഇതിന് പിന്നിലെ യുക്തി. എന്നാൽ ഈ നീക്കം വളരെയധികം അപകടം പിടിച്ച ഒന്നാണെന്ന് നിരീക്ഷകർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഇറാന്റെ തിരിച്ചടി ഉണ്ടായാൽ അത് നേരിട്ട് ബാധിക്കുന്നത് സൗദി അറേബ്യയുടെ തന്നെ അടിസ്ഥാന സൗകര്യങ്ങളെ ആയിരിക്കും. 2019 സൗദിയിലെ ആരാംകോ എണ്ണ കമ്പനികൾക്ക് നേരെയുണ്ടായ ഡ്രോൺ ആക്രമണം ഇതിന് ഉത്തമ ഉദാഹരണമാണ്. അന്ന് ലോകത്തെ എണ്ണ വിപണി തന്നെ നിശ്ചലമായ അവസ്ഥയുണ്ടായിരുന്നു. അത്തരമൊരു സാഹചര്യം വീണ്ടും ഉണ്ടാകാനുള്ള സാധ്യത നിലനിൽക്കെ തന്നെയാണ് MBS ഈ സാഹസത്തിന് മുതിരുന്നത് എന്നത് ശ്രദ്ധേയമാണ്. സൗദി അറേബ്യയുടെ ഈ ഒരു നിലപാടിനെ വൈരുദ്ധ്യങ്ങളുടെ ഒരു സമുച്ചയം എന്ന് നമുക്ക് വിളിക്കാം. ഒരു വശത്ത് രാജ്യം അതിന്റെ ഏറ്റവും വലിയ സാമ്പത്തിക പരിഷ്കരണമായ വിഷൻ 2030 നടപ്പിലാക്കി വരികയാണ്. വിദേശ നിക്ഷേപവും ടൂറിസവും വർദ്ധിപ്പിച്ച് പെട്രോളിയം ഇതര വരുമാനത്തിലേക്ക് മാറാനാണ് സൗദി ശ്രമിക്കുന്നത്. ഇത്തരമൊരു ലക്ഷ്യം കൈവരിക്കണമെങ്കിൽ മേഖലയിൽ സമാധാനം അത്യന്താപേക്ഷിതമാണ്. എന്നാൽ ദീർഘകാലാടിസ്ഥാനത്തിൽ ഇറാന്റെ ഭീഷണി നിലനിൽക്കുന്നത് ഈ നിക്ഷേപങ്ങളെ ബാധിക്കുമെന്ന് സൗദി ഭയപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ഭാവിയിലെ വലിയ അപകടം ഒഴിവാക്കാൻ ഇപ്പോൾ ചെറിയൊരു യുദ്ധത്തിന് തയ്യാറാകാം എന്നതാകാം സൗദിയുടെ നയം. എന്നാൽ പരസ്യമായി സൗദി ഗവൺമെന്റ് ഈ ആരോപണങ്ങളെല്ലാം നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. തങ്ങൾ സമാധാനത്തിന് വേണ്ടിയാണ് നിലകൊള്ളുന്നത് എന്നും സമാധാനപരമായ ചർച്ചകളിലൂടെ പ്രശ്നപരിഹാരത്തിനാണ് ശ്രമിക്കുന്നതെന്നും ഔദ്യോഗിക പ്രസ്താവനകൾ പറയുന്നു. ഇറാന്റെ അപകടകരമായ നീക്കങ്ങളാണ് മേഖലയെ അസ്ഥിരപ്പെടുത്തുന്നതെന്നാണ് സൗദിയുടെ പക്ഷം. ഇനി ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഈ സാഹചര്യം വലിയൊരു പരീക്ഷണമാണ് എന്ന് വേണം പറയാൻ. തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിൽ അദ്ദേഹം സമാധാന ചർച്ചകളെക്കുറിച്ച് സൂചന നൽകുന്നുണ്ടെങ്കിലും സൗദിയുടെയും ഇസ്രായേലിന്റെയും സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി ഇറാനെതിരെ കൂടുതൽ കർശനമായ നടപടികളിലേക്ക് നീങ്ങാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. ഇറാന്റെ മിസൈൽ ആക്രമണങ്ങളിൽ ഇസ്രായേലിലെ കെട്ടിടങ്ങൾ തകരുകയും ജനങ്ങൾ ഭീതിയിലാവുകയും ചെയ്യുന്ന പശ്ചാത്തലത്തിൽ അമേരിക്കയ്ക്ക് നിസ്സംഗത പാലിക്കാൻ കഴിയില്ല. എന്നാൽ ഈ യുദ്ധം നീണ്ടു പോവുകയാണെങ്കിൽ അത് ആഗോള ഇന്ധന വിലയെ ബാധിക്കുകയും ലോകം വലിയൊരു സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് നീങ്ങുകയും ചെയ്യും.
ഹോർമുസ് കടലിടുക്ക് പോലെയുള്ള തന്ത്രപ്രധാനമായ പാതകൾ ഇറാൻ തടസ്സപ്പെടുത്തിയാൽ അത് സൗദി ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങളുടെ കയറ്റുമതിയെ പൂർണ്ണമായും ബാധിക്കും. ഈ അപകട സാധ്യതകളെല്ലാം മുന്നിലുണ്ടായിട്ടും സൗദി കിരീടാവകാശി എന്തുകൊണ്ട് ഈ നിലപാട് സ്വീകരിക്കുന്നു എന്നത് ചിന്തിക്കേണ്ട വിഷയമാണ്. പശ്ചിമേഷ്യയിലെ പവർ ബാലൻസിൽ ഒരു വലിയ മാറ്റമാണ് MBS ആഗ്രഹിക്കുന്നത്. ഹിസ്ബുള്ള, ഹൂതികൾ തുടങ്ങിയ ഇറാന്റെ പിന്തുണയുള്ള സായുധ സംഘങ്ങളെ ദുർബലപ്പെടുത്തണമെങ്കിൽ ഇറാന്റെ കേന്ദ്ര ഭരണകൂടത്തിന് തിരിച്ചടി നൽകിയേ മതിയാകൂ എന്ന് സൗദി കരുതുന്നു. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവിന്റെ ലക്ഷ്യങ്ങളും ഇതിനോട് സമാനമാണ്. അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ പശ്ചിമേഷ്യൻ നയം തീരുമാനിക്കുന്നതിൽ സൗദിയും ഇസ്രായേലും ഒരുപോലെ സ്വാധീനം ചെലുത്തുന്നുണ്ട്. ട്രംപ് തന്റെ മുൻകാല ഭരണകാലത്ത് ഇറാനുമായുള്ള ആണവ കരാറിൽ നിന്ന് പിന്മാറിയതും സൗദിയുമായിട്ട് അടുത്ത ബന്ധം പുലർത്തിയതും ഈ സന്ദർഭത്തിൽ ഓർക്കേണ്ടതുമാണ്. ഇപ്പോൾ വീണ്ടും അധികാരത്തിന്റെ ചെങ്കോൽ കൈയാളുമ്പോൾ സൗദിയുടെ താൽപര്യങ്ങൾക്ക് അദ്ദേഹം എത്രത്തോളം മുൻഗണന നൽകുമെന്നതാണ് ഇനിയുള്ള ദിവസങ്ങളിൽ വ്യക്തമാകുന്നത്. യുദ്ധം എന്നത് വെറും ആയുധങ്ങൾ തമ്മിലുള്ള പോരാട്ടമല്ല, മറിച്ച് അത് സാമ്പത്തികവും രാഷ്ട്രീയവുമായ ആധിപത്യം ഉറപ്പിക്കാനുള്ള വഴി കൂടിയാണ്. ഇറാനെതിരെ കടുത്ത നീക്കങ്ങൾ ആവശ്യപ്പെടുന്ന സൗദി അറേബ്യ യഥാർത്ഥത്തിൽ പശ്ചിമേഷ്യയുടെ ഏറ്റവും കരുത്തനായ നേതാവായി ഉയരാനാണ് ശ്രമിക്കുന്നത്. എന്നാൽ ഈ നീക്കം വിജയിക്കുമോ അതോ പ്രത്യാഘാതങ്ങൾ ഭീകരമായിരിക്കുമോ എന്ന് വരും ദിവസങ്ങൾ തീരുമാനിക്കും. ഇറാൻ തങ്ങളുടെ കൈവശമുള്ള ആയുധശേഖരവും ഡ്രോൺ സാങ്കേതിക വിദ്യയും ഉപയോഗിച്ച് തിരിച്ചടിച്ചാൽ അത് മേഖലയെ പതിറ്റാണ്ടുകൾ പിന്നോട്ടടിക്കും. സമാധാനത്തിന്റെ പാത ഉപേക്ഷിച്ച് യുദ്ധത്തിന്റെ വഴി തിരഞ്ഞെടുക്കാൻ ലോകശക്തികളെ പ്രേരിപ്പിക്കുന്നത് ലാഭനഷ്ടങ്ങളുടെ മാത്രം കണക്കുകളാണ്. ഈ രാഷ്ട്രീയ ചതുരംഗ കളത്തിൽ സാധാരണക്കാരായ മനുഷ്യരുടെ ജീവനും സ്വത്തിനും എത്രത്തോളം വിലയുണ്ട് എന്നും ഒരു ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നു. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.